നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നോക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി എടുത്തു തീർത്തതാണ്. നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതും അതിന്റെ ലിങ്കും ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഫസ്റ്റ് ലെവൽ ഡിഫൻസ് എന്നും സെക്കൻഡ് ലെവൽ ഡിഫൻസ് എന്നും മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് ലെവൽ ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിക്ക് അകത്തേക്ക് പാത്തജൻസ് ഒന്നും വരാതെ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്ന ആ ഡിഫൻസ് മെക്കാനിസങ്ങളാണ്. ഇപ്പൊ സ്കിന്ന്, മ്യൂക്കസ്, അതുപോലെ തന്നെ സലൈവയിലുള്ള ലൈസോസൈം, കണ്ണീരിലുള്ള ലൈസോസൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ലെവൽ ഡിഫൻസിൽ വരുന്നത്. ഇനി സെക്കൻഡ് ലെവൽ ഡിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡിക്ക് അകത്തേക്ക് പാത്തജൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ള ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഇപ്പൊ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ഫാഗോസൈറ്റോസിസ്, ബോഡി ടെമ്പറേച്ചർ കൂടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് സെക്കൻഡ് ലെവൽ ഡിഫൻസിൽ വരുന്നത്. പിന്നെ എന്താണ് സ്പെസിഫിക് ഡിഫൻസ് എന്നും എന്താണ് നോൺ സ്പെസിഫിക് ഡിഫൻസ് എന്നും മനസ്സിലാക്കണം. സ്പെസിഫിക് ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്തജനെ ഏതാണ് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നശിപ്പിക്കുന്നതാണ്. ഈ സ്പെസിഫിക് ഡിഫൻസിൽ വരുന്ന ലിംഫോസൈറ്റുകൾ മാത്രമാണ്. ബാക്കി എല്ലാം എന്താണ്? നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസംസ് ആണ്. അതായത് ഏത് പാത്തജൻ വന്നാലും ആ രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം നടക്കും. അതാണ് നോൺ സ്പെസിഫിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ഡിഫൻസിലെ ലിംഫോസൈറ്റുകളാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അതില് ഈ ലിംഫോസൈറ്റുകളെ കുറിച്ച് നന്നായി പഠിച്ചു വെക്കണം. ടി ലിംഫോസൈറ്റുകളും ബി ലിംഫോസൈറ്റുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അവ തമ്മിലുള്ള വ്യത്യാസം, അവയുടെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ബി ലിംഫോസൈറ്റുകളാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവ തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ടി ലിംഫോസൈറ്റുകൾ തൈമസ് ഗ്ലാൻഡിലും ബി ലിംഫോസൈറ്റുകൾ ബോൺ മാരോയിലുമാണ് മെച്ചുർ ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമ്മളിപ്പോ നോൺ സ്പെസിഫിക് പറഞ്ഞില്ലേ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പാർട്ടാണ് ഫാഗോസൈറ്റോസിസ്. ആ പ്രോസസ്സുകൾ, അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറയുന്നില്ലേ, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. എന്താണ് ഫാഗോസൈറ്റോസിസ് എന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഫാഗോസൈറ്റുകൾക്ക് എക്സാമ്പിളുകളും പഠിക്കണം. മോണോസൈറ്റുകളും ന്യൂട്രോഫിലുകളും ആണ് ഫാഗോസൈറ്റുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. ബ്ലഡ് ഗ്രൂപ്പിംഗില് ഓരോ ബ്ലഡ് ഗ്രൂപ്പിലും വരുന്ന ആന്റിജനുകൾ, ആന്റിബോഡികൾ. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ്, അതിൽ തന്നെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, നമുക്ക് എല്ലാവരുടെയും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റില്ല അല്ലെ. അൺമാച്ചിങ് ആയിട്ടുള്ള ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ആന്റിബയോട്ടിക്കുകൾ, ആന്റിബയോട്ടിക്കുകളുടെ യൂസ്, അതുപോലെ തന്നെ അവയുടെ സൈഡ് എഫക്റ്റുകൾ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ദെൻ വാക്സിനേഷൻ, എന്താണ് വാക്സിൻസ്, ആ വാക്സിനിൽ വരുന്ന കമ്പോണൻസ് എന്താണ്, വാക്സിൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്, ഇത്രയും എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. പിന്നെ പ്ലാന്റ്സിൽ വരുന്ന മെക്കാനിസം, അത് ഓർത്തു വെക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവൽ ഡിഫൻസും സെക്കൻഡ് ലെവൽ ഡിഫൻസും പറഞ്ഞില്ലേ, അതിൽ ഫസ്റ്റ് ലെവൽ ഡിഫൻസിൽ വരുന്ന സ്കിന്നിന്റെ കാര്യം, മ്യൂക്കസിന്റെ കാര്യം, അതൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നോക്കി വെക്കുക. പിന്നെ ഈ സെക്കൻഡ് ലെവൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം WBCs ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണതും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ബ്ലഡ് ക്ലോട്ടിംഗ് നോക്കി വെക്കണം. അങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബ്ലഡ് ഗ്രൂപ്പിംഗ്, വാക്സിൻസിന്റെ കാര്യം, ഫാഗോസൈറ്റോസിസ് ഒക്കെ വരുന്നത്. കാരണം അതൊക്കെ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പാർട്ടാണ്. നമുക്കപ്പോ ക്വസ്റ്റ്യൻസ് നോക്കി തുടങ്ങാം. നോക്കൂ, analyze the statement given below and answer the questions. When pathogens enter, body temperature rises. It is a defense mechanism of the body. അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത്? ഒരു പാത്തജൻ ബോഡിക്കകത്തേക്ക് വരുമ്പോൾ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുന്നു. അതൊരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമാണ് അല്ലെ. വാട്ട് ഈസ് ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയുടെ നോർമൽ ടെമ്പറേച്ചർ എന്താണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. Why does body temperature rise when pathogens enter the body? Then rise in body temperature is considered as a defense mechanism. Why? അപ്പോൾ ബോഡി ടെമ്പറേച്ചർ എന്തിനാ കൂടുന്നത്? എന്തുകൊണ്ടാണ് കൂടുന്നത്? certain chemicals പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അല്ലെ. ഈ ബോഡി ടെമ്പറേച്ചർ എന്തുകൊണ്ടാണ് ഒരു ഡിഫൻസ് മെക്കാനിസം ആയി കൺസിഡർ ചെയ്യുന്നത്?
ഈ ബോഡി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് പാത്തജൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നോർമൽ ബോഡി ടെമ്പറേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ഓർ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റിലാണെങ്കിൽ നമുക്ക് ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ബോഡി ടെമ്പറേച്ചർ കൂടുന്നത് എന്നാണ് രണ്ടാമത് ചോദിച്ചത് അല്ലെ? വൈറ്റ് ബ്ലഡ് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന certain കെമിക്കൽസിന്റെ പ്രസൻസ് ആണ് ഇത്തരത്തിൽ ബോഡി ടെമ്പറേച്ചർ കൂടാൻ കാരണം. ദി കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി വൈറ്റ് ബ്ലഡ് സെൽസ് rises the body temperature. The rise in body temperature reduces the rate of multiplication of pathogens. അതുപോലെ തന്നെ ഫാഗോസൈറ്റോസിന്റെ എഫക്റ്റും കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ പാത്തജൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുന്നു. The functions of the cells in specific defense are illustrated below. Identify 1, 2, 3 and 4. Illustration കാണിച്ചു തരാം. ലിംഫോസൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. ലിംഫോസൈറ്റ്സ്, ടി ലിംഫോസൈറ്റ്സ്, പിന്നെ ഇവിടെ എന്താണ് തന്നിട്ടില്ല, എന്താണത്? ബി ലിംഫോസൈറ്റുകൾ ആയിരിക്കും അല്ലെ? ടി ലിംഫോസൈറ്റ്സിന്റെ താഴെ ഇവിടെ ഒന്നും പറയുന്നില്ല. ദെൻ ഇവിടെ എന്ത് പറയുന്നുണ്ട്? മെച്യൂർസ് ഇൻ ദി ബോൺ മാരോ എന്ന് പറയുന്നുണ്ട്. ബോൺ മാരോയിൽ വെച്ചാണ് മെച്യൂർ ആവുന്നത്. ടി ലിംഫോസൈറ്റ് എവിടെ വെച്ചാണ് മെച്യൂർ ആവുന്നത്? തൈമസ് ഗ്ലാൻഡിൽ വെച്ചാണ് അല്ലെ? ദെൻ ഇവിടെ ഫംഗ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ് എന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്തൊരു ഫംഗ്ഷൻ നമ്മൾ എഴുതണം. ഇവിടെയും ഒരു ഫംഗ്ഷൻ പറയുന്നുണ്ട്. ന്യൂട്രലൈസ് ദി ടോക്സിൻസ് ഓഫ് ദി ആന്റിജൻസ് എന്ന് പറയുന്നുണ്ട്. ബാക്കി നമ്മൾ ഒരു ഫംഗ്ഷൻ കൂടെ എഴുതണം. അപ്പൊ നമ്മൾ ടി ലിംഫോസൈറ്റിന്റെ അടുത്ത ഫംഗ്ഷൻ ആയിട്ട് എന്ത് എഴുതാം? സ്റ്റിമുലേറ്റ് അതർ ഡിഫറെന്റ് സെൽസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിസ്ട്രോയ് സെൽസ് അഫക്റ്റഡ് ബൈ വൈറസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ബി ലിംഫോസൈറ്റുകളുടെ ഒരു ഫംഗ്ഷൻ കൂടെ എഴുതണ്ടേ? അതിൽ ഒന്ന് നമുക്ക് എന്ത് എഴുതാം? ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ബൈ ഡിസെന്റിഗ്രേറ്റിംഗ് ദെയർ സെൽ മെംബ്രെയിൻ എന്ന് എഴുതാം. ഇതല്ലെങ്കിൽ ഈ പാത്തജൻസിനെ വൈറ്റ് ബ്ലഡ് സെല്ലുകളെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എഴുതാം. ഡിസ്ട്രോയ് ദ പാത്തജൻസ് ബൈ സ്റ്റിമുലേറ്റിംഗ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ടാബുലേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ ദ ഹെഡിങ് റിലേറ്റഡ് വിത്ത് ബി ലിംഫോസൈറ്റ്സ് ആൻഡ് റിലേറ്റഡ് വിത്ത് ടി ലിംഫോസൈറ്റ്സ്. അപ്പോൾ ബി ലിംഫോസൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ടി ലിംഫോസൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാക്കി രണ്ട് കോളം ആക്കി നമ്മൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എഴുതാനാണ് പറയുന്നത്. മെച്യൂർ ഇൻ തൈമസ് ഗ്ലാൻഡ്, മെച്യൂർ ഇൻ ബോൺ മാരോ, പ്രൊഡ്യൂസ് ആന്റിബോഡീസ് capable of destroying cancer cells and virus affected cells. ഇത്രയുമാണ് വരുന്നത്. ഇതില് തൈമസ് ഗ്ലാൻഡിൽ വെച്ച് മെച്യൂർ ചെയ്യുന്നത് ആരാണ്? ഏത് ലിംഫോസൈറ്റ് ആണ്? ടി ലിംഫോസൈറ്റ് ആണ്. തൈമസ് ഗ്ലാൻഡ് ടി ലിംഫോസൈറ്റ്. ബോൺ മാരോയിലാണെങ്കിലോ അത് ബി ലിംഫോസൈറ്റ് ആണ് അല്ലെ? ബോൺ മാരോ ബി ലിംഫോസൈറ്റ്. സോ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓരോന്നും എഴുതാൻ നമുക്ക് കിട്ടി. ഇനി പ്രൊഡ്യൂസ് ആന്റിബോഡീസ്. ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ബി ലിംഫോസൈറ്റുകളാണ് അല്ലെ? ബി ലിംഫോസൈറ്റുകളാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ capable of destroying cancer cells and virus affected cells. ആരാണ്? ടി ലിംഫോസൈറ്റുകളാണ് അല്ലെ? ടി ലിംഫോസൈറ്റുകളാണ് ക്യാൻസർ സെല്ലുകളെയും അതുപോലെ തന്നെ വൈറസ് അഫക്റ്റഡ് സെല്ലുകളെയൊക്കെ നശിപ്പിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? ബി ലിംഫോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്, പിന്നെ മെച്യൂർ ഇൻ ദി ബോൺ മാരോ. ടി ലിംഫോസൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതോ മെച്യൂർ ഇൻ ദി തൈമസ് ഗ്ലാൻഡ് ആൻഡ് capable of destroying cancer cells and virus affected cells. Identify the word pair relationship and fill the missing word and mention the relationship between the pairs. അപ്പോൾ ഇവിടെ വിട്ടുപോയത് ഫില്ല് ചെയ്യാനും ഇവ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എഴുതാനും പറയുന്നുണ്ട്. ഓക്കെ, ഈ പെയറുകൾ തമ്മിലുള്ളത് കേട്ടോ. അപ്പൊ ബി ലിംഫോസൈറ്റുകൾ ബോൺ മാരോ ആണ്, ടി ലിംഫോസൈറ്റുകൾ എന്താണ്? തൈമസ് ഗ്ലാൻഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ റിലേഷൻഷിപ്പ് എന്താ എഴുതുക? അത് മെച്യൂർ ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലെ? അപ്പൊ ടി ലിംഫോസൈറ്റ്സ് മെച്യൂർ ഇൻ തൈമസ് ഗ്ലാൻഡ്. അപ്പോൾ സെൽസ് ആൻഡ് വെറുതെ മെച്യൂർ, അതാണ് റിലേഷൻഷിപ്പ്. അനലൈസ് ദി ഗിവൺ ഇല്ലൂസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് 1 and 2. ഇവിടെ പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്ന ആ ഒരു റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ 1 ഉം 2 എഴുതണം. ഹിന്റ് തന്നിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്, 2 എന്ന് പറയുന്നത് ഒരു അയോൺ ആണ്. അപ്പോ ഇവിടെ എന്താണ്? ത്രോംബോപ്ലാസ്റ്റിൻ ആണ് അല്ലെ? ത്രോംബോപ്ലാസ്റ്റിൻ ആണ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നത് വൈറ്റമിൻ കെയുടെയും കാൽസ്യം അയോൺസിന്റെയും പ്രസൻസിൽ. സോ 2 കാൽസ്യം ആണ്, 1 എന്ന് പറയുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ ആണ്.
Laya's hand got injured and blood clotted in that area. The activity taking place there are given below. Complete it. അപ്പോൾ blood clotting നടന്നു എന്നാണ് പറയുന്നത്. ആ blood clottingലുള്ള സ്റ്റെപ്പുകൾ ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ ഫുള്ള് തന്നിട്ടില്ല അല്ലെ. ഇടയിൽ രണ്ടെണ്ണം വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയത് നമ്മൾ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്നത് ടിഷ്യൂ ഇൻ ദി വൂണ്ടഡ് ഏരിയ ഡീജനറേറ്റഡ് എന്നാണ്. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഡീജനറേറ്റഡ് ടു ഫോം ദി എൻസൈം ത്രോംബോപ്ലാസ്റ്റിൻ. അപ്പൊ അവിടെ ഏത് എൻസൈം ഉണ്ടാവുന്നു? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈം ഉണ്ടാവുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഈ ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈ ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഇനി അടുത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സും റെഡ് ബ്ലഡ് സെൽസും ഒക്കെ ഈ ഒരു നെറ്റ്വർക്കിൽ, അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവുമല്ലോ ഫൈബ്രിന്റെ, ആ നെറ്റ്വർക്കിൽ കുടുങ്ങി ക്ലോട്ട് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ വിട്ടുപോയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവുന്നു എന്നുള്ളത്. ദെൻ ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുന്നു? പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം അയോൺസ് ആൻഡ് വൈറ്റമിൻ കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെ പറയുന്നുണ്ട് അല്ലെ, ഫൈബ്രിൻ ഉണ്ടാവുന്ന സ്റ്റെപ്പ് അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു? ഈ ഫൈബ്രിന്റെ നെറ്റ്വർക്കിൽ വന്ന് ഈ റെഡ് ബ്ലഡ് സെല്ലുകളും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ കുടുങ്ങി ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നു. വൈറ്റ് ബ്ലഡ് സെൽസും ഡിഫൻസ് ആക്ഷനും ഉള്ള ഒരു ടേബിൾ ആണ്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് ചിലതിന്റെ, അത് ഏതാണെന്നുള്ളത് എഴുതണം. ദെൻ ഇവിടെ സെല്ലുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അവയുടെ ഫംഗ്ഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ ഡയലേറ്റ്സ് ദി ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ബേസോഫിൽസ് ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ ആൻസർ വരുന്നത് എന്താണ്? ബേസോഫിൽസ് ആണ്. അവിടെ ആൻസർ എഴുതിയത് കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആൻസർ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അവിടെ എഴുതിയെന്ന് മാത്രം. ദെൻ നെക്സ്റ്റ് ഈസ്നോഫിൽ ആണ്. ഈസ്നോഫിലിന്റെ രണ്ട് ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ഫോറിൻ ബോഡീസിനെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽസിനെ സിന്തസൈസ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസിനെ സിന്തസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതിയാൽ മതിയാവും. ഇനി മോണോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫാഗോസൈറ്റോസിസ് നടത്തുന്ന ഒരു സെല്ലാണ് അല്ലെ. അതായത് എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കുന്നു പാത്തജൻസിനെ. നെക്സ്റ്റ് ഇവിടെ ഐഡന്റിഫൈസ് ആൻഡ് ഡിസ്ട്രോയ്സ് ജേംസ് സ്പെസിഫിക്കലി എന്ന് പറയുന്നുണ്ട്. സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്ത് നശിപ്പിക്കുന്ന ആരാണ്? ലിംഫോസൈറ്റുകളാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ആൻസർ വരുന്നത് ബേസോഫിൽ ആണ്, അതായത് ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുന്നത് ബേസോഫിൽ ആണ്. ദെൻ നെക്സ്റ്റ് ഈസിനോഫിലിന്റെ ഫംഗ്ഷൻ ആണ് ചോദിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഫോറിൻ ബോഡീസിനെ നശിപ്പിക്കുന്ന കെമിക്കൽസിനെ സിന്തസൈസ് ചെയ്യുന്നു എന്നുള്ളത് എഴുതാം, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് സിന്തസൈസ് ചെയ്യുന്നു എന്നുള്ളത് എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ദെൻ നെക്സ്റ്റ് മോണോസൈറ്റുകളുടെ ഫംഗ്ഷൻ ചോദിക്കുന്നു. എൻഗൾഫ്സ് ആൻഡ് ഡിസ്ട്രോയ്സ് ജെംസ്. ദെൻ അടുത്തത് സ്പെസിഫിക്കലി പാത്തജൻസിനെ ഐഡന്റിഫൈ ചെയ്ത് നശിപ്പിക്കുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ലിംഫോസൈറ്റ്സ്. നെക്സ്റ്റ് അനലൈസ് ദി ഇല്യൂസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഈ ഫാഗോസൈറ്റോസിസ് ആണല്ലേ ഇത്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഐഡന്റിഫൈ ദി പ്രോസസ് ആൻഡ് ഡിഫൈൻ ഇറ്റ്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഏത് പ്രോസസ് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം, അത് ഡിഫൈൻ ചെയ്യുകയും കൂടെ വേണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ഫുൾ മാർക്ക് കിട്ടില്ല. സോ ആ പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് വായിച്ചു നോക്കണം. എന്നിട്ട് ഡെഫിനിഷൻ പറയുന്നത് കൊണ്ട് തന്നെ ഡെഫിനിഷനും എഴുതണം. ഐഡന്റിഫൈ എക്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ ഇൻ ദി പ്രോസസ്. എക്സ് എന്താണ്, അതിന്റെ റോൾ എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പൊ ആ പ്രോസസ് ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻഗൾഫിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് ജെംസ്. ദെൻ ആ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് ലൈസോസോം ആണ്. ലൈസോസോമിന്റെ പ്രത്യേകത എന്താണ്? ഈ ഫാഗോസൈറ്റോസിസിൽ അതിന്റെ റോൾ എന്താണ്? ഈ ലൈസോസോമിൽ കാണപ്പെടുന്ന എൻസൈമുകള് പാത്തജൻസിനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. The pathogens are degenerated and destroyed by the enzymes in lysosome. നെക്സ്റ്റും ഫാഗോസൈറ്റോസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യം തന്നെയാണ്. ഐഡന്റിഫൈ ദി പ്രോസസ് ഇല്ലുസ്ട്രേറ്റഡ് ഹിയർ. ഏതാണ്? ഫാഗോസൈറ്റോസിസ് ആണ് അല്ലെ. നെയിം ദി 2 വൈറ്റ് ബ്ലഡ് സെൽസ് പെർഫോമിംഗ് ദിസ് ഫംഗ്ഷൻ. ഏതൊക്കെയാണ്? മോണോസൈറ്റുകളും ന്യൂട്രോഫിലുകളും ആണ് അല്ലെ. മോണോസൈറ്റുകളും ന്യൂട്രോഫിലുകളും ഫാഗോസൈറ്റുകളാണ്. What is the importance of this process?
ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വരുന്ന പാത്തോജൻസിനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ? So that process is phagocytosis. ഫാഗോസൈറ്റോസിസിൽ ഇൻവോൾവ് ആവുന്ന വൈറ്റ് ബ്ലഡ് സെല്ലുകളാണ് മോണോസൈറ്റുകളും ന്യൂട്രോഫിലുകളും. അല്ലെങ്കിൽ ഇവ രണ്ടും എന്താണ്? ഫാഗോസൈറ്റുകളാണ്. ഫാഗോസൈറ്റോസിസ് എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മളുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ജേംസിനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. സെയിം ഫാഗോസൈറ്റോസിസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദി പ്രോസസ്. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ചോദ്യങ്ങളിൽ ഇതുപോലെ തന്നെയാണ് അല്ലെ? ഏത് പ്രോസസ് ആണ്? ഫാഗോസൈറ്റോസിസ് ആണ്. വിച്ച് ആർ ദി വൈറ്റ് ബ്ലഡ് സെൽസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് പ്രോസസ്? ഏതൊക്കെയാണ്? നമ്മളിപ്പോ പറഞ്ഞു മോണോസൈറ്റുകളും ന്യൂട്രോഫിലുകളും. നിങ്ങൾ ഈ പറയുന്ന സമയത്ത് തന്നെ ഇതൊക്കെ പഠിച്ചു പോവാട്ടോ. എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഫാഗോസൈറ്റോസിസ് കണ്ടില്ല എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നതെന്ന്. Then identify the stage indicated as A in this figure. അപ്പോ നിങ്ങൾ ജസ്റ്റ് ആ പ്രോസസ്സ് മാത്രം ഓർത്തു വെച്ചാൽ പോരാ. ആ ഫിഗറിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഫ്ലോ ചാർട്ട് പോലെയൊക്കെ എഴുതിയതാണ് അല്ലെ? അപ്പൊ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓർത്ത് വെക്കുകയോട് ചെയ്യുക. ഇവിടെ എന്താണ് നടക്കുന്നത്? എ എന്ന് പറയുന്നത് എന്താണ്? ഈ വരുന്ന പാത്തജനെ എൻഗൾഫ് ചെയ്ത് ഒരു മെംബ്രെയിൻ സാക്കിനകത്താക്കുകയാണ് അല്ലെ? കണ്ടോ? ഈ സെൽ മെംബ്രെയിൻ അതിനെ എടുത്ത് ഒരു മെംബ്രെയിൻ സാക്കിനകത്തേക്ക് ആക്കുന്നു. News report. A patient identified with antigen A, D and antibody B is need of blood urgently. അപ്പോൾ ആ പേഷ്യന്റിന്റെ ബ്ലഡില് ആന്റിജൻ എ കാണപ്പെടുന്നുണ്ട്, ഡിയും കാണപ്പെടുന്നുണ്ട്, പിന്നെ ആന്റിബോഡി ഏതാണ്? ബി ആണ്. അപ്പൊ ആന്റിജൻ എയും ഡിയും കാണപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്. നെയിം ദി ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ പേഷ്യന്റ് മെൻഷൻഡ് ഇൻ അബവ് ന്യൂസ്. ഏതാണ്? എ ബ്ലഡ് ഗ്രൂപ്പ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ആണല്ലേ? സോറി, എ ആന്റിജൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. ഡി ഉള്ളത് കൊണ്ട് തന്നെ എ പോസിറ്റീവ് ആണ്. അപ്പോൾ ആ വ്യക്തിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് among the following can be accepted by the patient? ഏതാണ്? എ പോസിറ്റീവ് ആണ് അല്ലെ? എ പോസിറ്റീവ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാണ്ടഡ് അർജന്റ്ലി ബ്ലഡ് ഫോർ എ പേഷ്യന്റ്. നമ്മളിപ്പോ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്. Analyze the headline of a news report and answer the following questions. What are the instances in which blood become necessary? Blood എപ്പോഴാണ് നെസസറി ആയിട്ട് വരുന്നത്? ഇപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കാരണം ബ്ലഡ് ഒരുപാട് ലോസ് ആവുകയാണെങ്കിലാണ് നമുക്ക് ബ്ലഡ് കൂടുതലായിട്ട് വരിക അല്ലെ? ഇപ്പൊ സർജറിന്റെ സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഒരുപാട് ബ്ലഡ് പോകുന്ന സമയത്തോ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്? ബ്ലഡ് ഗ്രൂപ്പിംഗിന്റെ ബേസിസ് എന്താണ്? ഈ റെഡ് ബ്ലഡ് സെല്ലുകളിൽ കാണപ്പെടുന്ന ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് അല്ലെ? ആന്റിജൻ എ, ആന്റിജൻ ബി, ഇതിന്റെ പ്രസൻസ് ആണ് ബ്ലഡ് ഗ്രൂപ്പിംഗിന്റെ ബേസിസ് എന്ന് പറയുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് deformed in sickle cell anemia patient? സിക്കിൾ സെൽ അനീമിയയിൽ എന്താ സംഭവിക്കുന്നത്? RBCs ഒരു സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറാ ചെയ്യുന്നത് അല്ലെ? എപ്പോഴാണ് ബ്ലഡ് കൂടുതലായിട്ട് വേണ്ടി വരിക? ഈ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് അല്ലെ? ഒരുപാട് ബ്ലഡ് പോകുന്ന സമയത്താണ് കൂടുതൽ ബ്ലഡ് ആവശ്യമായിട്ട് വരുന്നത്. ദ ബേസിസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് ദി പ്രസൻസ് ഓഫ് ആന്റിജൻ എ ആൻഡ് ബി ഇൻ റെഡ് ബ്ലഡ് സെൽസ്. നമ്മൾ പറഞ്ഞു അല്ലെ? റെഡ് ബ്ലഡ് സെല്ലുകളിൽ കാണപ്പെടുന്ന ആന്റിജൻ എയുടെയും ബിയുടെയും പ്രസൻസ് ഓർ ആബ്സെൻസ് നോക്കിയിട്ടാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. പിന്നെ സിക്കിൾ സെൽ അനീമിയയിൽ അഫക്റ്റഡ് ആവുന്ന സെല്ലിന്റെ പാർട്ട് ഏതാണ്? റെഡ് ബ്ലഡ് സെല്ലുകളാണ് അല്ലെ? റെഡ് ബ്ലഡ് സെല്ലുകളാണ് സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറുന്നത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയാണ് ഒരിക്കൽ കൂടി പറയുന്നത്. ദ ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിബോഡി. ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പുകളാണ് ചോദിക്കുന്നത്. അപ്പോ എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ. എ എന്ന ആന്റിജൻ ഉണ്ടെങ്കിൽ അത് എ എന്ന ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ? ആ എ എന്ന ആന്റിജൻ കാണപ്പെടുമ്പോൾ അവിടെ ആന്റിബോഡി ഏതാണ്? ബി ആണ്. ഇനി ബി എന്ന ആന്റിജൻ ആണ് കാണപ്പെടുന്നത് എങ്കിൽ അവിടെ ആന്റിബോഡി എ ആണ് അല്ലെ? ഇനി എയും ബിയും, ആന്റിജൻ എയും ബിയും കാണപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ആന്റിബോഡി ഒന്നും കാണുന്നില്ല. ഇനി ആന്റിജൻ ഒന്നും കാണപ്പെടുന്നില്ലെങ്കിൽ അവിടെ ആന്റിബോഡി എയും ബിയും കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? എ ബി ആണ് അല്ലെ? എ ബി എന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. എ ആണെങ്കിൽ ബി കാണുന്നു,
ബി ആണെങ്കിൽ എ കാണുന്നു. എയും ബിയും വരികയാണെങ്കിൽ രണ്ടും കാണുന്നില്ല. ഇനി ഓയിലാണെങ്കിൽ ആന്റിജൻസ് ഒന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ രണ്ട് ആന്റിബോഡിയും അവിടെ കാണുന്നുണ്ട്. Read the statement and answer the questions. One person requires blood for major surgery. Antigen A and antigen B are identified in his blood. അപ്പോൾ അത് ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? വിച്ച് ഇസ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദാറ്റ് പേഴ്സൺ? ആന്റിജൻ എയും കാണുന്നുണ്ട്, ആന്റിജൻ ബിയും കാണുന്നുണ്ട്. സോ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണ് അല്ലെ. അവിടെ RH ഫാക്ടർ ഓർ ഡി ആന്റിജനെ കുറിച്ച് പറയാത്തതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ബി ആണ്. Everyone cannot receive blood from all blood groups. Why? എന്തുകൊണ്ടാണ്? നമ്മൾ അൺമാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ബ്ലഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരിലെ ആന്റിജൻ നമ്മളുടെ ബ്ലഡിലേക്ക് എത്തുകയും അത് നമ്മളുടെ ഡിഫൻസ് മെക്കാനിസത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ റെസിപ്പിയന്റിന്റെ ബ്ലഡിൽ ഓൾറെഡി എന്ത് കാണുന്നുണ്ടാവും? ഒരു ആന്റിബോഡി കാണുന്നുണ്ടാവും അല്ലെ. ഈ ആന്റിബോഡി ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ആ വന്നിട്ടുള്ള ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാവുന്നു? ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാവരുടെയും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റാത്തത്. Explain how body will react to situations described below. A foreign antigen reaches one's blood. The components of vaccine enter the body. അപ്പോ ഒരു ഫോറിൻ ആന്റിജൻ ഒരാളുടെ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അവിടെ എന്താണ് നടക്കുക എന്നുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. ദെൻ അടുത്തത് പറയുന്നത് വാക്സിൻസ് എത്തിക്കഴിഞ്ഞാൽ, വാക്സിൻസിന്റെ കമ്പോണൻസ് എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് അടുത്തത് എഴുതേണ്ടത്. ഒരു ഫോറിൻ ആന്റിജൻ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഡിഫൻസ് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റഡ് ആവും അല്ലെ. അപ്പോ നമ്മളുടെ ബ്ലഡിൽ എന്ത് കാണുന്നുണ്ടാവും? ആന്റിബോഡികൾ കാണുന്നുണ്ടാവും. ഈ ആന്റിബോഡി ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ആ വന്നിട്ടുള്ള ബ്ലഡിലെ ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരുടെയും ബ്ലഡ് സ്വീകരിക്കാനായിട്ട് പറ്റില്ല. ഇനി വാക്സിന്റെ കമ്പണൻസ് എത്തിക്കഴിഞ്ഞാലോ? വാക്സിന്റെ കമ്പണൻസ് എത്തിക്കഴിഞ്ഞാൽ അതൊരു ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ബോഡി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ആന്റിബോഡി നമ്മളുടെ ബോഡിക്ക് അകത്ത് തന്നെ നിലനിൽക്കുകയും പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു അസുഖത്തിന് കാരണമായിട്ടുള്ള ആന്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. Observe the news given below and answer the questions. The worldwide endeavor to develop a safe and effective COVID-19 vaccine is now bearing fruit. അപ്പോൾ ഇത് കഴിഞ്ഞ ഇയർ ചോദിച്ച ചോദ്യമാണെന്നാണ് വിചാരിക്കുന്നത്. അതായത് COVID-19 ശേഷം പക്ഷെ വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആവുന്നതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഒരുപാട് പേര് വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞു അല്ലെ. What are vaccines? Write any two components used in vaccines. Name any two vaccines. ഇത്രയാണ് ചോദിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് അറിയാം എന്താണ് വാക്സിൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് വാക്സിൻസ് എന്ന് പറയുന്നത് അല്ലെ. ഈ ഇമ്മ്യൂണൈസേഷനിൽ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളാണ്. ഇതിൽ കമ്പണൻസ് ആണ് ഏതെങ്കിലും രണ്ടെണ്ണമാണ് പറയുന്നത്. അപ്പൊ ആ ജേംസിന്റെ ലൈവ് ആയിട്ടുള്ള ഫോം ആയിരിക്കാം, ന്യൂട്രലൈസ്ഡ് ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഡെഡ് ഫോം ആയിരിക്കാം. ഇനി അല്ലെങ്കിൽ സെല്ലുലാർ കമ്പോണൻസ് ആവാം, അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ടോക്സിൻസ് ആവാം. ഇതൊക്കെ നമ്മൾ ഈ വാക്സിനിലെ കമ്പോണൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. രണ്ട് വാക്സിന്റെ പേര് എഴുതാൻ പറയുന്നുണ്ട്, BCG, OPV. ഇനി നിങ്ങൾക്ക് ഇപ്പൊ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും വാക്സിൻസിന്റെ പേര് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ എന്താണ് വാക്സിൻസ് എന്നും അത് നമ്മളുടെ ബോഡിക്കകത്ത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇപ്പൊ വാക്സിൻ എടുക്കാനൊക്കെ മടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ആ വാക്സിൻ എടുത്താൽ ഉണ്ടാവുന്ന ഗുണങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോ വാക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാക്സിൻസ് ആർ സബ്സ്റ്റൻസസ് ഗിവൺ ഇൻ അഡ്വാൻസ് ടു പ്രിവെന്റ് സർട്ടൻ ഡിസീസസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വാക്സിൻ ആർ ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. അതിലെ കമ്പണൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അലൈവ് ജേം ആവാം, ഓർ ഡെഡ് ജേംസ് ആവാം, അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ജേംസ് ആവാം. ഇനി അല്ലെങ്കിൽ എന്താവാം? ന്യൂട്രലൈസ്ഡ് ടോക്സിൻസ് ആവാം, അല്ലെങ്കിൽ പാത്തജൻസിന്റെ ഏതെങ്കിലും സെല്ലുലാർ പാർട്ടുകൾ ആവാം. ഇനി ഏതെങ്കിലും രണ്ട് വാക്സിന്റെ പേര് എഴുതാൻ പറയുന്നുണ്ട്. BCG, OPV, പെന്റാവാലന്റ്, MMR, TT. ഇതിൽ TT ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കാൻ, എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്ന ഒരു പക്ഷേ TT ആയിരിക്കും അല്ലെ. നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നൊക്കെ ഓർത്ത് വെക്കുക. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതിയാവും.
Vaccines develop immunity against specific diseases. Do you agree with the statement? Give reason. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ? ഐ അഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതുന്ന നമ്മൾ ആദ്യം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ എഗ്രി ചെയ്യാനുള്ള കാരണം എന്നാണ് എഴുതേണ്ടത്. വാക്സിൻസ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് സ്പെസിഫിക് ഡിസീസസ്. ശരിയാണ്. കാരണം ഈ വാക്സിൻസ് ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ആന്റിജൻ നമ്മളുടെ ബോഡിക്കകത്തെ ഡിഫൻസ് മെക്കാനിസത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ദെർബൈ നമ്മുടെ ബോഡി ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ആന്റിബോഡികൾ നമ്മളുടെ ബോഡിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യപ്പെടുന്നു. ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഈ പാത്തജൻ നമ്മളുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ ആര് നശിപ്പിക്കുന്നു? ഈ ആന്റിബോഡീസ് പെട്ടെന്ന് തന്നെ നശിപ്പിക്കുന്നു. സ്കിൻ ഈസ് കൺസിഡേർഡ് ആസ് ദി സേഫ്റ്റി ഷീൽഡ് ഓഫ് ദി ബോഡി. വൈ? എന്തുകൊണ്ടാണ് നമ്മൾ സ്കിന്ന് സേഫ്റ്റി ഷീൽഡ് ആണെന്ന് പറയുന്നത്? സ്കിന്നില് ഈ പാത്തജൻസ് ഒന്നും ഉള്ളിലേക്ക് വരാതിരിക്കാനുള്ള ഒരുപാട് മെക്കാനിസംസ് ഉണ്ട് അല്ലെ? അതിൽ ഒന്ന് എന്ന് പറയുന്നത് എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ആണ്. ഈ കെരാറ്റിൻ ജേംസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ദെൻ സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സെബം നമ്മളുടെ സ്കിന്നിനെ ഓയിലിയും വാട്ടർ പ്രൂഫും ആക്കി മാറ്റുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ പാത്തജൻസിനൊന്നും വളരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. അതുപോലെ അതിന് എൻട്രി ചെയ്യാനും കഴിയുന്നില്ല. ദെൻ സ്വെറ്റ് ഗ്ലാൻഡുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്വെറ്റ്, വിയർപ്പില്ലേ, ഈ വിയർപ്പിലെ ഡിസിൻഫെക്റ്റൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എന്തിനെ നശിപ്പിക്കുന്നുണ്ട്? ജേംസിനെ നശിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളുടെ സ്കിന്നില് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയാസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ദോഷമൊന്നും ഉണ്ടാക്കുന്നതല്ല, യൂസ്ഫുൾ ആണ്, നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. അപ്പൊ ഈ ബാക്ടീരിയാസ് അവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് വളരാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. കാരണം ഓൾറെഡി ഇവിടെ ഇവർ വളരുന്നുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഇൻഡയറക്ട്ലി ഈ യൂസ്ഫുൾ ബാക്ടീരിയാസ് ജേംസിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. മ്യൂക്കസ് ആൻഡ് സീലിയ ഇൻ ദി റെസ്പിറേറ്ററി ട്രാക്ട് പ്രൊവൈഡ് ഫസ്റ്റ് ലെവൽ ഡിഫൻസ്. ഇപ്പൊ ഫസ്റ്റ് ലെവൽ ഡിഫൻസിൽ വരുന്നതാണ് മ്യൂക്കസും സീലിയ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുനീരില് ലൈസോസൈം, പിന്നെ സലൈവയിലെ ലൈസോസൈം, സ്റ്റൊമക്കിലെ HCl, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഫസ്റ്റ് ലെവൽ ഡിഫൻസിൽ വരുന്നതാണ് അല്ലെ? ഇവിടെ ജസ്റ്റ് മ്യൂക്കസ് ആൻഡ് സീലിയനെ കുറിച്ചാണ് പറയുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് മ്യൂക്കസ് ആൻഡ് സീലിയ ഇൻ ഡിഫൻസ്? റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ സെക്കൻഡ് ലെവൽ ഡിഫൻസ്. അപ്പോ മ്യൂക്കസും സീലിയ എന്താ ചെയ്യുന്നത്? ഈ മ്യൂക്കസില് പാത്തജൻസ് ഒക്കെ വന്ന് ട്രാപ്പ് ചെയ്യപ്പെടും അല്ലെ? ആ ട്രാപ്പ് ചെയ്യപ്പെടുന്ന പാത്തജൻസിനെ നശിപ്പിക്കുന്നു. ഈ നശിപ്പിച്ചിട്ടുള്ള പാത്തജൻസിനെ സിലിയ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നത്. മ്യൂക്കസ് മെമ്പറൈനിൽ നിന്നും പുറത്തേക്ക് എക്സ്പെൽ ചെയ്യാൻ സഹായിക്കുന്നത് ഈ സിലിയ സെൽസ് ആണ്. ഓക്കെ. ഇനി അവിടെ സെക്കൻഡ് ലെവൽ ഡിഫൻസിന് എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. ഫാഗോസൈറ്റോസിസ് എഴുതാം, ഇൻഫ്ലമേഷൻ എഴുതാം. അതൊക്കെ എന്താണ്? സെക്കൻഡ് ലെവൽ ഡിഫൻസ് ആണ് അല്ലെ? നെയിം ദി പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദി എപ്പിഡെർമിസ് ഓഫ് സ്കിൻ ദാറ്റ് പ്രിവെന്റ്സ് ദി എൻട്രി ഓഫ് ജേംസ്. ഏതാണ്? കെരാറ്റിൻ ആണ് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പ്ലാന്റ്സ് വിച്ച് ഈസ് ദി കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് പ്രിവെന്റ്സ് ദി ജേംസ് ദാറ്റ് ഹാവ് ക്രോസ്ഡ് ദി സെൽ വാൾ ഫ്രം എൻറ്ററിംഗ് ദി സെൽ മെംബ്രെയിൻ. ഈ സെൽ വാളിനെ ക്രോസ് ചെയ്ത് വരുന്ന ജേംസിനെ പ്ലാന്റ്സില് പ്രിവെന്റ് ചെയ്യുന്ന, ഈ സെൽ വാളിനെ ക്രോസ് ചെയ്തിട്ട് സെല്ലിലേക്ക് വരുന്ന ജേംസിനെ പ്രിവെന്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണ്? കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്നുള്ള ചോദ്യം. കെലോസ് ആണ് അല്ലെ? ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ്. ക്യൂട്ടിക്കിൾ ഇൻ ലീവ്സ് പ്രൊഡ്യൂസ് ആന്റിബോഡീസ്. ക്യൂട്ടിക്കിൾ ആന്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എ എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. എ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ബാർക്ക് പ്രൊട്ടക്ട്സ് ദി ഇന്നർ സെൽസ്. അത് ശരിയാണ് അല്ലെ? ബാർക്ക് ഉള്ളിലുള്ള സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. സോ ബി ശരിയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാലോസ് പ്രിവെന്റ്സ് ദി എൻട്രി ഓഫ് ജേംസ് വിച്ച് ഹാവ് ക്രോസ്ഡ് ദി സെൽ വാൾ. അത് ശരിയല്ലേ? സെൽ വാൾ ക്രോസ് ചെയ്ത് വരുന്ന ജേംസിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് കാലോസ് എന്ന് പറയുന്നത്. സോ സിയും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെൽ വാൾ അലോസ് ജേംസ് ടു എൻറ്റർ ദി സെൽ. ആണോ? തെറ്റാണ്. സെൽ വാൾ അങ്ങനെ ഉള്ളിലേക്ക് കടത്തി വിടുമോ ജേംസിനെ? ഇല്ല, അത് പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഡിയും തെറ്റാണ്. അപ്പൊ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എയും ഡിയും ആണ്. ബിയും സിയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇവിടെ ചോദിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ്. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ളത് എടുത്തെഴുതണം. ഏതൊക്കെയാണ്? ബിയും സിയും. How do the following substances protect the plants from diseases? Lignin, callus, cuticle.
ലിഗ്നിൻ എന്താണ് ചെയ്യുന്നത്? സെൽ വോളിന് റിജിഡിറ്റി കൊടുക്കുകയാണ്. thereby എന്ത് ചെയ്യുന്നു? ഈ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാത്തജൻസിന്റെ എൻട്രി ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നു. ദെൻ കാലോസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ സെൽ വോൾ ക്രോസ് ചെയ്ത് വരുന്ന ജേംസിനെ നശിപ്പിക്കുന്നു. ക്യൂട്ടിക്കിള് ലീവ്സിലേക്കൊക്കെ ആ ലീവ്സിലൂടെ ഒക്കെ ഉള്ളിലേക്ക് വരുന്നില്ലേ, ആ പാത്തജൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. What types of diseases are resisted by antibiotics? Write the 2 side effects of regular use of antibiotics. ഏത് ടൈപ്പ് ഡിസീസുകളെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത്? ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് അല്ലെ, ബാക്ടീരിയൽ ഡിസീസുകളെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും 2 സൈഡ് എഫക്റ്റുകൾ എഴുതാൻ പറയുന്നുണ്ട്. ഇവിടെ 3 എണ്ണം പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഒന്ന്, റെഗുലർ ആയിട്ട് നമ്മൾ ഈ ആന്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകൾക്ക് അതിനെതിരെ ഇമ്മ്യൂണിറ്റി കിട്ടും. ഓക്കെ, റെഗുലർ യൂസ് ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തജൻസ് അഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക്സ്. ദെൻ ഡിസ്ട്രോയ്സ് യൂസ്ഫുൾ ബാക്ടീരിയ ഇൻ ദി ബോഡി. നമ്മൾ പറഞ്ഞു ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ടാണ് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. സോ ഇവ എന്ത് കൂടി ചെയ്യും? നമ്മളുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ കൂടി നശിപ്പിക്കും. പിന്നെ ചില വൈറ്റമിൻസിന്റെ ഒക്കെ ക്വാണ്ടിറ്റി കുറയാനും ഈ ആന്റിബയോട്ടിക്സിന്റെ റെഗുലർ യൂസ് കാരണമാവുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ 2 എണ്ണം അല്ലേ ചോദിക്കുന്നത്. Read the statement and answer the questions. Antibiotics are effective medicines even though their regular use creates many side effects. Are antibiotics effective against all communicable diseases? Why? എല്ലാ പകർച്ചവ്യാധികൾക്കും ഈ ആന്റിബയോട്ടിക്സ് എഫക്റ്റീവ് ആണോ? അല്ല, ബാക്ടീരിയൽ ഡിസീസുകൾക്ക് എതിരെയാണ് അല്ലെ ഇവ എഫക്റ്റീവ് ആയിട്ടുള്ളത്. വൈറസുകൾക്കും ഫംഗസുകൾക്കും ഒക്കെ എതിരെയുള്ള ആന്റിവൈറൽ ഡ്രഗ്സും ആന്റി ഫംഗൽ ഡ്രഗ്സും അവൈലബിൾ ആണ്. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ബാക്ടീരിയൽ ആണ്, ബാക്ടീരിയകൾക്ക് എതിരെയുള്ളതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് നോ ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയൽ ഡിസീസുകൾക്ക് എതിരെ മാത്രമാണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. മെൻഷൻ എനി സൈഡ് എഫക്ട്സ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ് സൈഡ് എഫക്റ്റുകൾ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ദോ ആന്റിബയോട്ടിക്സ് ആർ എഫക്റ്റീവ് മെഡിസിൻസ് ദെയർ റെഗുലർ യൂസ് ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തജൻസ് അഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക്സ്. റൈറ്റ് എനി അതർ 2 സൈഡ് എഫക്ട്സ് ഓഫ് ദി റെഗുലർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്. ഇപ്പൊ ചോദിച്ച അതേപോലത്തെ ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ ഒരു സൈഡ് എഫക്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ തൊട്ട് മുമ്പേ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ഇത് എഴുതാം നമുക്ക്. റെഗുലർ യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ് ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തജൻസ് അഗെയിൻസ്റ്റ് ഇറ്റ് or against antibiotics. Okay, അടുത്ത 2 എണ്ണമായിട്ട് നമുക്ക് എന്ത് എഴുതാം? യൂസ്ഫുൾ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു എന്നുള്ളത് എഴുതാം. പിന്നെ അതുപോലെ തന്നെ ചില വൈറ്റമിൻസിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറയ്ക്കുന്നു എന്നുള്ളതും എഴുതാം. നമ്മൾ ഇന്നിപ്പോ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ പഴയ ചോദ്യപേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ് നോക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ബയോ അബോർഡ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്